ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഒരു 24 പാനൽ അനാർക്കലി ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാനൽസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഇനി സൈഡ് പാനലാണ് യോജിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മറ്റേ സൈഡിലുള്ള സൈഡ് പാനൽ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണം യോജിപ്പിക്കാൻ. ഇതിൻ്റെ പാനൽസൊക്കെ ഞാൻ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് പാനൽസ് ഇതുപോലെ യോജിപ്പിച്ചു. ഇതിൻ്റെ ബാക്കിലത് ഇതുപോലെ ചെയ്തു. പിന്നെ ഇത് രണ്ടിനെയും ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചു. താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അളവുകളൊക്കെ അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ ചുരിദാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇതിന് സ്ലിറ്റില്ല. ഇതിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും ചെസ്റ്റൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എത്ര എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഷോൾഡർ 15 ഇഞ്ചാണ് വരിക. അപ്പം ഞാൻ ഷോൾഡർ ഒരു 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് കൈക്കുഴിയാണ്. കൈക്കുഴി ഒരു 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഞാൻ കൂട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ ആം ഹോൾ കട്ടിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആം ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ അതിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പം അതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ 14 ഇഞ്ച് ഷേപ്പ് വരുന്നിടത്ത് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എക്സൽ സൈസ് ആയതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് ചെസ്റ്റിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ താഴെ വരെ ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിൻ്റെ താഴെ വശം വരണം. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കർവ് ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തു. ഇവിടെയൊക്കെ 1.25 തയ്യൽ തുമ്പ് വന്നത്. ഇതിൻ്റെ താഴോട്ടേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. ഞാനിതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്.
ഇത് സിമ്പിളാണ് ഇനി തയ്ക്കാൻ. നമ്മുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിന് യോജിച്ചൊരു സ്ലീവിൻ്റെ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അത് ചെയ്തതെന്ന്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ നെക്ക് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഇതുപോലൊരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ ക്യാൻവാസ് വെച്ച് കൊടുത്ത് ഇതൊന്ന് തയ്ച്ചു കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെക്കുന്നില്ല. ഇതൊരു കോട്ടൺ കുർത്തി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലൈനിങ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം. ചെസ്റ്റിന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തുകൊണ്ട് ഇവിടെ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് എടുക്കണം, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു തുണിയിൽ ഇതിൻ്റെ ഷേപ്പിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെയാണ് ക്യാൻവാസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ഇത് ഞാൻ ഉൾവശത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം മുന്നിലോട്ടാണ് ഇടുന്നത്. ബാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം ഉള്ളിലോട്ട് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കഴുത്ത് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് കഴുത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ബാക്ക് വശത്തിൻ്റെ നല്ല വശത്തിൻ്റെ, അതായത് ഈ സ്റ്റിച്ചിങ് വരുന്ന ഇവിടെ നേരെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ ക്യാൻവാസ് നമ്മൾ ഉള്ളിലേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിലേക്കൂടി സാധാരണ നമ്മൾ ഷോൾഡർ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ വശവും ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ ഈ തുണി ഇതുപോലെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലെ തുണി നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈത്തുന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൈത്തുന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൈ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ എൻ്റെ കൈയിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ കൈ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിൻ്റെ കൈവശം കൂട്ടി യോജിപ്പിച്ചു. ഇതിൻ്റെ ഇവിടെ ഞാൻ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അത്ര നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഷേപ്പിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെവശത്തെയാണ് ഡിസൈനാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു 2 ഇഞ്ച് വീതിയും ഇതിൻ്റെ താഴെവശത്തെ ഫ്ലെയറിനനുസരിച്ചുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അത്രയും ലോങ് ആയിട്ട് തന്നെ തുണി എടുക്കണം.
ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഉള്ളിൽ വെച്ച് 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കും. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശത്തും ഇതുപോലെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 24 പാനൽ അനാർക്കലി ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഇതുപോലെ തയ്ക്കാൻ, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.